നമസ്കാരം. അറബിക് ഭാഷ അക്ഷരലോകത്തെ സുന്ദരി. സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന അറബിക് ലോകത്താകമാനം 42.2 കോടിയിലധികം ജനങ്ങളുടെ സംസാര ഭാഷയാണ്. ഡിസംബർ 18 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി അറബി ഭാഷയെ പ്രഖ്യാപിക്കപ്പെട്ടത് 1973 ഡിസംബർ 18 ജനസംഖ്യ അനുസരിച്ച് 4ാമത്തെ വിനിമയ ഭാഷയുമാണ് അറബിക്. കേരളത്തിന്റെ മഹാചരിത്രം ആദ്യമായി രേഖപ്പെടുത്തിയത് ഷൈഖ് സൈനുദ്ദീൻ മഹ്മൂദിന്റെ തുഫത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ അറബി ഗ്രന്ഥത്തിലാണ്. അനേകം ലോക ഭാഷകളിലും ഇന്ത്യൻ ഭാഷകളായ ഉറുദു, മലയാളം എന്നീ ഭാഷകളിലും ഈ ചരിത്ര ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചില അറബി വാക്കുകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ ശ്രമിക്കുന്നത്. ഹൽവ എന്ന അറബി വാക്കിൽ നിന്ന് ഹൽവ എന്ന മലയാള പദം, ചായ് എന്ന അറബി വാക്കിൽ നിന്ന് ചായ എന്ന മലയാള പദം, മൈദാൻ എന്ന അറബി വാക്കിൽ നിന്ന് മൈതാനം എന്ന മലയാള പദം, ഹാലി എന്ന അറബി വാക്കിൽ നിന്ന് കാലി എന്ന മലയാള പദം, സാബൂൻ എന്നതിൽ നിന്ന് സോപ്പ് എന്ന വാക്ക്, ബേക്കി എന്നതിൽ നിന്ന് ബാക്കി എന്ന വാക്ക്, ആഫത്ത് എന്നതിൽ നിന്ന് ആപത്ത് എന്ന വാക്കുണ്ടായി, തഹ്കീദ് എന്ന അറബി വാക്കിൽ നിന്ന് താക്കീദ് എന്ന വാക്കുണ്ടായി, ബദൽ എന്നതിൽ നിന്ന് ബദൽ എന്ന വാക്കുണ്ടായി, ബസാർ എന്നത് ബസാർ എന്ന പേരിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്നു, ജുബ്ബ എന്നത് ജുബ്ബ എന്ന പേരിൽ തന്നെ ഉപയോഗിക്കുന്നു, ഹാവിർ എന്ന അറബി വാക്കിൽ നിന്ന് ഹാജർ എന്ന വാക്കുണ്ടായി, ഹത്ത് എന്ന അറബി വാക്കിൽ നിന്ന് കത്ത് എന്ന മലയാള വാക്കുണ്ടായി, ഖിലാഫത്ത് എന്ന പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്, തർജുമയിൽ നിന്നുമാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. സുൽത്താൻ എന്നും ഷെയ്ത്തുവാൻ എന്നത് ചെകുത്താൻ എന്നും നമ്മൾ ഉപയോഗിച്ചു വരുന്നു. ഇത്തരത്തിൽ ഒരുപാട് പദങ്ങൾ നമ്മൾ അറബി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അക്ഷരലോകത്തെ അറബിക് സുന്ദരിയുടെ ദിനമായ ഡിസംബർ 18 എല്ലാവർക്കും അറബി ഭാഷാ ദിനാശംസകൾ നേരുന്നു.